വിവാദങ്ങൾ ആയുധമാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. വിവാദങ്ങൾ ആയുധമാക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതിനു മുൻപ് നേരത്തെ സൂചിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. ഒന്ന്, തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്ന് കോമാളി എന്നൊരു പദപ്രയോഗം വന്നത് ഒട്ടും നമുക്ക് രാഷ്ട്രീയമായി യോജിക്കാനാവാത്തൊരു പദപ്രയോഗമാണ്. അദ്ദേഹം ഒരു സിനിമാ താരമാണ്. ഒരു സിനിമാ താരം എന്നുള്ളത് മറ്റേതു കലാകാരന്മാരെ പോലെയും ആദരിക്കപ്പെടേണ്ട ഒരു പ്രൊഫഷനാണ്. അദ്ദേഹത്തിൻ്റെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് രമേഷ് പിഷാരടി. അദ്ദേഹം ഒരു നല്ല ആക്ടറാണ്, ഒരു കൊമേഡിയനാണ്. കൊമേഡിയന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ തമാശകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ നമുക്ക് രാഷ്ട്രീയമായി എതിർക്കാം, പക്ഷേ ആ പ്രൊഫഷനെ ആ രീതിയിൽ ഇകഴ്ത്തി കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരാമർശത്തോട് യോജിക്കുന്നില്ല. അത് തോമസ് ഐസക്ക് തിരുത്തേണ്ട ഒരു പദപ്രയോഗമാണ്. രണ്ടാമത്തത്, മുഖ്യമന്ത്രി ഉപയോഗിച്ച പദപ്രയോഗം ഇന്ന് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത ചില പദപ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത് കീഴ്വഴക്കങ്ങൾ കൊണ്ട് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ മറ്റൊരു അർത്ഥമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറയുമ്പോൾ ചെറ്റത്തരത്തിൻ്റെ അർത്ഥം മാറുകയും രാഷ്ട്രീയ ചെറ്റത്തരമാണ്, അതൊരു പുതിയ പദപ്രയോഗമാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ക്ലാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറ്റക്കുടിലുകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ, സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരെ എന്നും എന്തോ വെറുപ്പോടുകൂടി കണ്ടിരുന്ന ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. റിനിഗേഡ് എന്ന വാക്കാണ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ച് കാണുന്നത്. കൗട്സ്കിയെ പണ്ട് ലെനിൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ആരും വർഗ്ഗവഞ്ചകരെന്നോ കുലം കുത്തിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ കുലം കുത്തി എന്നൊരു വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭാഷയിലെ ഒരു വളരെ ഒരാളെ ഏറ്റവും കൂടുതൽ ഹാർഷായ ഭാഷയിൽ വിമർശിക്കുന്നൊരു പദപ്രയോഗമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ഒറ്റുകാരനെ ആണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ എങ്ങനെയാണോ തൻ്റെ സൈന്യം ശത്രുപാളയത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന സമയത്ത് ആ സൈന്യത്തിൽ നിന്ന് ഒറ്റിക്കൊടുത്ത് ശത്രുപാളയത്തിലേക്ക് ചേക്കേറുന്നയാളെ വിശേഷിപ്പിക്കുന്നതാണ് റെനിഗേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പദപ്രയോഗം, ഇപ്പോൾ വർഗ്ഗവഞ്ചകൻ എന്ന പദപ്രയോഗത്തിൽ തെറ്റില്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് ഭാഷാപരമായി അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ജി സുധാകരൻ ആ തൊപ്പിയും അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റ് ഭാഷാ ശൈലിയിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചത് അത് കടന്നുപോയി എന്നുള്ളതാണ്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം. അതല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും മിനിമം ശ്രമിക്കുക. കാര്യം ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാര്യം ചെറ്റക്കുടിലിൽ താമസിക്കുന്ന മനുഷ്യർ അവഹേളിക്കപ്പെടേണ്ട മനുഷ്യരല്ല എന്ന തോന്നൽ അതുണ്ടാക്കും. രാഷ്ട്രീയമായി ചെറ്റത്തരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെ രാഷ്ട്രീയം എന്നുള്ളത് മറന്നുപോവുകയും ഈ പദത്തിന് മാത്രം പ്രാധാന്യം വരികയും ചെയ്തേക്കാം. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട് ഈ വിഷയത്തിൽ. ഇനി അടുത്ത രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങളിലേക്ക് വരാം. അതിലെന്താണ്? ഒന്ന് ഗുരുവായൂരിലെ വിഷയമാണ്. രണ്ടാമത്തത് വോട്ട് ഡീലാണ്. ഗുരുവായൂരിനെ കുറിച്ച് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഒരു പുരോഗമന കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ഗുരുവായൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവർക്ക് ഒട്ടും ഗുരുവായൂർ സ്വദേശികൾക്ക് തെല്ലുപോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രസ്താവനയാണ് നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറുകാരോട് കേരളത്തിലെ പൊതുജനം ഒരുമിച്ച് നിന്ന്, പുരോഗമന മനസ്സുള്ള പൊതുസമൂഹം, ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്ന് എതിർത്ത ഒരു നിലപാടാണ്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടാവുന്നത്. ഇന്ന് കേരളത്തിൻ്റെ പുരോഗമനത്തിൻ്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അന്ന് ആരാണ് സംഘപരിവാർ എന്ത് നിലപാടാണ് എടുത്തത്? ക്ഷേത്രാധികാരികളോടൊപ്പം നിന്നുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തെ എതിർത്ത സംഘപരിവാറുകാർ, അതായത് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അവിടെ പ്രവേശനം നിഷേധിക്കണം എന്ന് പറഞ്ഞത് സംഘപരിവാറാണ് എന്നത് ചരിത്രത്തിലെ വസ്തുത. ആ സംഘപരിവാറിൽപ്പെട്ട ഗോപാലകൃഷ്ണനാണ് ഇന്നവിടെ ഹിന്ദു MLA എന്തുകൊണ്ട് നിർത്തിയില്ല, ഹിന്ദു കാൻഡിഡേറ്റിനെ എന്തുകൊണ്ട് നിർത്തിയില്ല എന്ന ചോദ്യം ചോദിക്കുന്നത്. അത് നിയമപരമായും ധാർമ്മികമായും ശരിയല്ല എന്നുള്ളതാണ്. ഗുരുവായൂരിനൊരു ചരിത്രമുണ്ടെന്നേ. എന്താ ഗുരുവായൂരിൻ്റെ ചരിത്രം? അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മാത്രമല്ല. ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ കഴിഞ്ഞ് കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തീ പിടിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 1970 നവംബർ മാസം 29 അന്ന് ഏകാദശി കഴിഞ്ഞ് പോലീസ് വിളക്ക് വരുന്ന സമയം. ആ പോലീസ് വിളക്ക് കഴിഞ്ഞ് നടയടച്ച് രാവിലെ, അതായത് നവംബർ മാസം 30 1970 രാവിലെ ഈ ശ്രീകോവിലിൻ്റെ തൊട്ടപ്പുറത്ത് വിളക്ക് നിൽക്കുന്നല്ലോ, ആ വിളക്കുമാടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തീ പിടിക്കുന്നു. ആ തീ ഗോപുര കവാടം കടന്ന് ശ്രീകോവിലേക്ക് കൂടി പടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പെട്ടെന്നൊരു പരിഭ്രാന്തി രൂപപ്പെടുന്നു. ആരാണ് ആദ്യം പാനിക് ബട്ടൺ അമർത്തുന്നതെന്ന് അറിയാമോ? തൊട്ടപ്പുറത്തുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് കൂട്ടമണി മുഴങ്ങുകയാണ്. ആ കൂട്ടമണി മുഴങ്ങി ഭക്തരെ മുഴുവൻ വിളിച്ചു വരുത്തുന്നു. തൊട്ടപ്പുറത്തുള്ള ഒരു മുസ്ലിം ദേവാലയത്തിൽ നിന്ന്, മസ്ജിദിൽ നിന്ന് രാത്രി 1:30 ബാങ്ക് വിളി ഉണ്ടാവുന്നു. ആ ബാങ്ക് വിളിയിൽ
അവിടെയുള്ള ഭക്തരെ മുഴുവൻ ഉണരുകയും നാനാജാതി മതസ്ഥരായ മനുഷ്യരും ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവിടെ നടന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് എന്നും അഭിമാനമുണ്ടാക്കുന്ന നിമിഷമാണ്. ജാതിയോ മതമോ ഒന്നും ചോദിക്കാതെ എല്ലാവരും കൈമെയ് മറന്ന് അവിടെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കാണ് ഫയർ എഞ്ചിനുകൾ വരുന്നതും തീ അണയ്ക്കുന്നതും. പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ രീതിയിലേക്ക് പുനർനിർമ്മിക്കുന്നത്. അവിടെ ആ വിഗ്രഹത്തിന് ഒരു കേടുപാടും സംഭവിക്കാതെ തന്ത്രിയുടെ പുരയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നോക്കൂ, അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീ പിടിക്കുമ്പോൾ കൂട്ടമണിയടിക്കാനും ബാങ്ക് വിളിക്കാനും കഴിയുന്ന ഒരു സമൂഹം കേരളത്തിൽ അവശേഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് കേരള സമൂഹം ചെവി കൊടുക്കാതെ പോകുന്നതും അതിനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി നമ്മൾ ഉപേക്ഷിക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇപ്പോഴും വേരുപിടിക്കാൻ കഴിയാതെ 15% അവർ കഴിയുന്നതും. ഗുരുവായൂർ ക്ഷേത്രത്തെ നിങ്ങൾ വെറുതെ വിടുക. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു ഹിന്ദു MLA-ക്ക് മാത്രമേ കഴിയൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 2 കാര്യങ്ങൾ പറയാം. ഗുരുവായൂരിൽ അടക്കമുള്ള തൃശ്ശൂരിലുള്ള MP ഉണ്ടല്ലോ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി ഇതുവരെ ചെയ്ത 5 കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയാൻ കഴിയുമോ? ഗുരുവായൂരിൽ ഒരു അടിപ്പാത ഉണ്ടായിരുന്നു. ആ അടിപ്പാത വരുന്നത്, ആ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് പാറ വെച്ച ഒരു നേതാവുണ്ട്, തിരുവെങ്കിടം റെയിൽ അടിപ്പാലം. ഈ റെയിൽ അടിപ്പാലത്തിന് പാറ വെച്ച നേതാവ് ഏത് സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഗുരുവായൂരുകാർ അന്വേഷിച്ചാൽ മതി. തീർന്നില്ല. LDF സർക്കാരിൻ്റെ കാലത്താണെങ്കിലും അത് NK അക്ബർ ആണെങ്കിലും ശരി, അബ്ദുൽ ഖാദർ MLA ആണെങ്കിലും ശരി, 2011 മുതൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറയാം. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ പി. സുനിൽ? അവിടെ ഒരു മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലം ഒരു ദിവസം 36 തവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഭക്തർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ വന്നു പോകുന്ന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കിഫ്ബിയുടെ കേന്ദ്ര സർക്കാർ എതിർത്ത കിഫ്ബിയുടെ ഫണ്ടിൽ 25 കോടി രൂപ ചെലവഴിച്ച് ഗുരുവായൂരിലെ മേൽപ്പാലം നിർമ്മിച്ച സർക്കാരാണ് LDF സർക്കാർ. അന്നതിന് നേതൃത്വം കൊടുത്ത MLA-യുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അതിന് തുടർച്ചയുണ്ടാക്കിയ MLA-യുടെ പേര് NK അക്ബർ എന്നാണ്. നോക്കൂ, ഗുരുവായൂരിലേക്ക് അസാധ്യമെന്ന് കരുതിയ ഒരു മേൽപ്പാലം സാധ്യമാക്കി. തീർന്നില്ല. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പ്രതിദിനം വേണ്ടുന്ന 5 ലിറ്റർ ശുദ്ധജലം വേണം. എവിടുന്ന് കൊടുക്കും? സർക്കാരിൻ്റെയും ഒപ്പം തന്നെ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷവും ഒക്കെ കൂടി ചേർന്നാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഗുരുവായൂർ കാലാകാലങ്ങളായി ഭരിച്ചു വന്ന സെക്യുലർ ആയിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ കേരളത്തിലെ സെക്യുലർ ഗവൺമെൻറ്റുകളും ഗുരുവായൂർ ക്ഷേത്രത്തിന് കൊടുത്തിരിക്കുന്ന പങ്ക് ചെറുതല്ല. അത് ഏതെങ്കിലും തരത്തിലൊരു മതത്തിൻ്റെ കള്ളിയിലേക്ക് നിർത്താൻ പാടില്ല എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ, ഗുരുവായൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അതൊരു സെക്യുലർ സമൂഹത്തിൻ്റെ ആരാധനാലയം കൂടിയാണ്. ആ ആരാധനാലയം നിലനിൽക്കേണ്ടതും ആ ആരാധനാലയം അതേ രീതിയിൽ പുരോഗമിക്കപ്പെടേണ്ടതും നമ്മുടെ പൊതു ആവശ്യമാണ്. അതിനെ മതത്തിൻ്റെ കള്ളിയിൽ ഒതുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത്. നിലവിൽ കേസെടുത്തിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രേക്ഷകരുടെ സമക്ഷം പറയുന്നു. അങ്ങേയറ്റം ഇന്നത്തെ ദിവസം അപലപിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റായി പോയി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റേത്. ഇനി ഡീലിലേക്ക് വന്നാൽ 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരൊക്കെ തമ്മിലാണ് ഡീലെന്ന് സംശയമുണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴക്കൂട്ടം മണ്ഡലത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, നേമമണ്ഡലത്തിൻ്റെയും നേമത്ത് 19,000 വോട്ടുണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണ് ചുരുങ്ങി 15,000-ലേക്കും 20,000-ൽ താഴെയും ഒക്കെ വോട്ടായി മാറിയതെന്നറിയാം. ആരുടെ വോട്ട് കുറയുമ്പോഴാണ് നേമത്ത് BJP-യുടെ വോട്ട് കൂടുന്നതെന്നും അറിയാം. നേമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത പാർട്ടിയുടെ പേര് CPM എന്നാണ്. നേമത്ത് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൊടുത്ത പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പേര് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നാണ്. അവിടെ എങ്ങനെയാണ് അന്ന് രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തുന്നത് നമുക്കറിയാം. രാജഗോപാലിന്റെ അക്കൗണ്ട് പിന്നീട് എങ്ങനെയാണ് ശിവൻകുട്ടി പൂട്ടുന്നതെന്ന് പറയാം. അപ്പോൾ BJP-യുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിയ പാർട്ടി CPM ആണ്. ആ CPM-ന് BJP ഡീൽ എന്നുള്ളത് രാഷ്ട്രീയമായി നിലനിൽക്കുന്നതല്ല. 1. 2, കഴക്കൂട്ടത്ത് നോക്കൂ. അടുത്ത എക്സാമ്പിളാണ്, അധികം ആരും ചർച്ച ചെയ്യാതെ പോയതാ. കഴക്കൂട്ടത്തെ വോട്ട് ഷിഫ്റ്റ് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. കഴക്കൂട്ടത്ത് 2011 മുതൽ, അന്ന് ഞാൻ കഴക്കൂട്ടത്ത് പഠിക്കുകയും ഗവേഷണമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ MLA വാഹിദിന് 50,000 വോട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്ത്. ആ 50,000 വോട്ടിലാണ് വാഹിദ് കഴക്കൂട്ടത്ത് വളരെ ജനപ്രിയനായിരുന്നു. പിന്നീട് അവിടെ പാർട്ടിയെ തുടർന്നുണ്ടാവുന്നൊരു വ്യത്യസ്ത അഭിപ്രായത്തെ തുടർന്ന് വാഹിദ് പാർട്ടിയിൽ നിന്ന് മാറുന്നു. വാഹിദിന് 50,000 വോട്ടുണ്ടായിരുന്ന സമയത്ത് അന്ന് അവിടെ നിർത്തിയ BJP സ്ഥാനാർത്ഥി ദുർബലനായിരുന്നു. പിന്നീട് BJP സ്ഥാനാർത്ഥി ശക്തനാവുന്നു, V മുരളീധരൻ വരുന്നു. അപ്പോൾ വാഹിദിൻ്റെ വോട്ട് കുറയുകയും BJP-യുടെ വോട്ട് കൂടുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് സ്ഥിരമായിട്ട് 50,000-നും 42,000-നും ഇടയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട്
2016 എന്താ സംഭവിക്കുന്നത്? 2014 ജെ പത്മകുമാർ 7500 വോട്ട് BJP പിടിച്ചെടുത്ത് നിന്ന് മുരളീധരൻ 42,000 വോട്ട് വർദ്ധിപ്പിക്കുന്നു. വോട്ട് കുറയുന്നത് ആരുടെയാ? കോൺഗ്രസിന്റെ. വോട്ട് കൂടുന്നത് ആരുടെയാ? മുരളീധരന്റെ, BJPയുടെ. പത്മകുമാറിന് 7500 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കഴക്കൂട്ടത്ത്. ഇന്ന് ആ വോട്ട് എത്രയാണെന്ന് അറിയാമോ? ഇന്ന് ആ വോട്ട് വന്ന് 40,000 വോട്ട് 42,000 വോട്ടായിട്ട് മാറി. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ പിടിച്ച വോട്ട് 40,000. വി മുരളീധരൻ അവിടെ പിടിച്ച വോട്ട് 42,000. അവിടെ ആരുടെ വോട്ടാണ് കുറഞ്ഞത്? എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാമോ? SS ലാലിനെ. SS ലാലിനെ കൊണ്ട് കഴക്കൂട്ടം പോലെ ഒരു മണ്ഡലത്തിൽ ഏതു നിമിഷവും BJP റാഞ്ചിക്കൊണ്ടു പോകാവുന്ന 42,000 വോട്ട് വാഹിദിന്റെ സമയത്ത് തന്നെ നേടുന്ന ഒരു 40,000 വോട്ടുകൾ വാഹിദിന്റെ സമയത്ത് തന്നെ നേടുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടിട്ടിട്ട് ആ സ്ഥാനാർത്ഥി ദുർബലനായി SS ലാൽ. ശരി, കഴിഞ്ഞ തവണ SS ലാലിനെ അവിടെ മറ്റൊരു താല്പര്യത്തിന് പുറത്തിട്ടു എന്ന് കരുതുക, വന്നാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന മട്ടിലിട്ടു എന്ന് കരുതുക. പക്ഷേ 2026 ആകുമ്പോഴേക്കും ആ മണ്ഡലം, കഴക്കൂട്ട മണ്ഡലം, A ക്ലാസ് മണ്ഡലവും വിജയസാധ്യത BJPക്കുള്ള മണ്ഡലവുമല്ലേ? ആ മണ്ഡലത്തിൽ ശബരിമല ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ? എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുതിർന്ന നേതാവിനെ കഴക്കൂട്ടത്തിൽ നിർത്തണ്ടേ? അവിടെ ആരാ നിർത്തിയിരിക്കുന്നത്? ശരത്ചന്ദ്ര പ്രസാദിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ട് പിടിച്ചെടുത്ത് ഇപ്പം വി മുരളീധരനാണ് നിൽക്കുന്നത്. കഴക്കൂട്ട മണ്ഡലത്തിൽ എക്കാലത്തെയും BJPയുടെ ഏറ്റവും ഉയർന്ന വോട്ട് പിടിച്ചയാൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഏറ്റവും ദുർബലനായ ആളെയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നോക്കൂ, അവിടെയും 63,000 വോട്ടിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ചു കടകംപള്ളി സുരേന്ദ്രൻ. 50,000-ൽ നിന്ന് 13,000 വോട്ട് വർദ്ധിപ്പിക്കുക ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് CPM BJP ഡീൽ എന്നുള്ളൊരു ആരോപണം നിയമമണ്ഡലത്തെ മുൻനിർത്തിയോ കഴക്കൂട്ട മണ്ഡലത്തെ മുൻനിർത്തിയോ പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എവിടെയാ പറയാൻ പറ്റുക? അങ്ങനെ തെരഞ്ഞു വന്നപ്പോഴാണ് പാലക്കാട് നമുക്ക് പറയാം. പാലക്കാട് മണ്ഡലത്തിൽ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താ? ഇപ്പോൾ എന്തുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ വളരെ പെട്ടെന്ന് ഈ BJP കോൺഗ്രസ് ഡീൽ എന്നൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ഉത്തരം വളരെ 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 ലളിതമാണ്. ആ മണ്ഡലത്തിൽ NMR റസാക്ക് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നുള്ളൊരു ഭയം നിലവിൽ കോൺഗ്രസിനുണ്ട്. 2 കാരണങ്ങളാലാണ്. ഒന്ന്, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് തങ്കപ്പൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയാമോ? നെന്മാറയിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ മെഷീനറിയും കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും ആർക്ക് വേണ്ടിയാണ് ക്യാമ്പയിൻ ചെയ്യാൻ പോയിരിക്കുന്നത്? തങ്കപ്പന് വേണ്ടിയാണ് ക്യാമ്പയിൻ ചെയ്യാൻ പോയിരിക്കുന്നത്. VK ശ്രീകണ്ഠന്റെ ഭാര്യ എവിടെയാണ് മത്സരിക്കുന്നത്? കോങ്ങാടാണ് മത്സരിക്കുന്നത്. കോങ്ങാട് ശക്തമായ മത്സരമുണ്ട് ഇക്കുറി. നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. K തുളസി അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ VK ശ്രീകണ്ഠന്റെ ഈ സംവിധാനങ്ങളും കൂടുതൽ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കോങ്ങാട് മണ്ഡലത്തിലാണ്. ബാക്കി പ്രവർത്തിക്കുന്നതല്ല, ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ. VK ശ്രീകണ്ഠൻ അവിടെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. ഒന്ന് K തുളസിയും മറ്റടുത്ത് തങ്കപ്പനും. അപ്പോൾ രമേശ് പിഷാരടി അവിടെ മത്സരം നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന്, ഷാഫിയുടെ നോമിനിയാണ് എന്ന് പറയുന്ന ഒരു ചർച്ച പാർട്ടിക്കുള്ളിലുണ്ട്. അത് നമ്പർ 1. നമ്പർ 2, രമേശ് പിഷാരടി അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് NMR റസാക്കിന് അപ്രതീക്ഷിതമായിട്ട് CPM ഫീൽഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വന്നൊരു പ്രശ്നം, സാധാരണ രീതിയിൽ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിരായിരിയിലെയും പാലക്കാടിലുമുള്ള മുസ്ലിം വോട്ടാണ്. ആ മുസ്ലിം വോട്ടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനം. ദുർബലനായ സ്ഥാനാർത്ഥിയല്ല NMR റസാക്ക് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. NMR റസാക്ക് അവിടെ റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാളാണ്. വലിയ സ്വാധീനം എങ്ങനെയാണ്? ഒരു വ്യവസായി എന്ന നിലയിൽ മാത്രമല്ല, ഒരു ചാരിറ്റി പ്രൊവൈഡർ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിനുണ്ട്. അവിടെ അദ്ദേഹത്തിന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു NGO സംവിധാനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട, ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കൗൺസിലർമാരുമായിട്ട് പോലും അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ് NMR റസാക്ക്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പോലും ഒരു പക്ഷേ NMR റസാക്കിന് വോട്ട് പോകും. അതാണ് പ്രശ്നം. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പോലും, അല്ലാതെ BJPയുടെ വോട്ട് NMR റസാക്കിലേക്ക് വരുമെന്നല്ല. NMR റസാക്കിന് കിട്ടേണ്ട വോട്ടുകൾ NMR റസാക്കിന് കിട്ടുകയും കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ NMR റസാക്കിലേക്ക് പോവുകയും ചെയ്താൽ അവിടെ BJP വിജയിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. കാര്യം അവിടെ വോട്ട് വ്യത്യാസം എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ കുറയുമെന്ന് അവർ ഭയക്കുന്നു. അങ്ങനെ ഭയക്കുന്നെങ്കിൽ എന്തിനാണ് രമേശ് പിഷാരടി അവിടെ കൊണ്ടിട്ടത്? രമേശ് പിഷാരടിയെ പോലെ ഒരു കലാകാരന് വന്ന് മത്സരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണോ? സേഫ് സീറ്റാണോ അത്? അത് വളരെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് BJP 52,000 വോട്ട് വരെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചരിത്രമുള്ളൊരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടു? ഈ ചോദ്യമല്ലേ പ്രസക്തം. അതിനു പകരം രമേശ് പിഷാരടിയെ നിർത്തുമ്പോൾ രമേശ് പിഷാരടിയുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ ശേഷിയുള്ളൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒന്ന്, ദുർബലനായ സ്ഥാനാർത്ഥിയെ അല്ല NMR റസാക്ക് എന്നുള്ളതാണ്. NMR റസാക്ക് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഈ നമ്മൾ രാഹുലിൻ്റെയും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെയും ഒരു താരതമ്യം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുലിന് കഴിഞ്ഞ തവണ കൂടുതലും എഡ്ജ് കിട്ടിയ 2 പ്രധാനപ്പെട്ട മേഖലകൾ, ഒന്ന് പിരായിരിയും 2 മുനിസിപ്പാലിറ്റിയുമാണ്. അതിനുശേഷം 2 പഞ്ചായത്തുകൾ കൂടിയുണ്ട്, ഒന്ന് മാത്തൂരും ഒന്ന് കണ്ണാടിയും. മാത്തൂരിലും കണ്ണാടിയിലും പ്രശ്നം എന്താ? കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അമ്പേ ദുർബലമാണ്.
മാത്തൂരിലും കണ്ണാടിയിലും. അതാണ് പ്രശ്നം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് പിടിച്ചു നിന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6189 വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ഒന്നാം സ്ഥാനത്ത് UDF-ഉം രണ്ടാം സ്ഥാനത്ത് LDF-ഉമാണ്. മൂന്നാം സ്ഥാനത്ത് ഏകദേശം 11,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് BJP നിൽക്കുന്നത്. കോൺഗ്രസ് ഭയക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇതുപോലെ ഒരു നേരിയ മാർജിനിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുന്നതെങ്കിൽ LMR റസാഖ് നിലവിൽ ആ മണ്ഡലത്തിന് ഒരു പ്രത്യേകത എന്താ അറിയോ? പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ വലിയങ്ങാടി ഭാഗത്ത് മുത്താന്തര പ്രദേശം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടിലൊരു നല്ല ഭാഗം NMR റസാഖിന് പോകും. ഞാനൊരു തെളിവ് പറയാം. ഇന്നിപ്പോൾ NMR റസാഖിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയ മനുഷ്യർ ആരാണെന്ന് അറിയോ? മിക്കവാറും ഹോട്ടലുകളൊക്കെ അവിടെ അടഞ്ഞു കിടക്കുക. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മുഴുവൻ തൊഴിലാളികളും ഈ മുതലാളിമാരും ഒക്കെ ഈ NMR റസാഖിന് പിന്നാലെയുണ്ട്. അവരൊരു വലിയ സ്വാധീനശേഷിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്വാധീനശേഷി യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്പം ഭയക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഒരു മുഴം മുമ്പേ എറിയുന്നത്. എന്താ അതിൻ്റെ ഗുണം? പിരായിരിയിലുള്ള മുസ്ലിം ലീഗ് വോട്ടുകളിൽ ഒന്നും പോകാതിരിക്കുക. കൃത്യമായ ആ വോട്ടുകൾ രമേശ് പിഷാരടിക്ക് സ്വാഭാവികമായിട്ടും പോൾ ചെയ്യണം. NMR റസാഖിന് പോൾ ചെയ്യാതിരിക്കുക. ഇതുകൊണ്ടാണ് ഈ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആശങ്കയാണ്. പിന്നീടാണ് 10 മണ്ഡലങ്ങൾ പറയുന്നത്. എനിക്ക് ചോദിക്കാനുണ്ട്, അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരാ? BJPയുടെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരായിരുന്നു കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അനൂപ് ആന്റണിയാണ്. എത്ര വോട്ടാ പിടിച്ചത്? 22,000 വോട്ടാ പിടിച്ചത്. ഇത്തവണ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ പേരറിയാമോ? അരുൺ അനിരുദ്ധൻ എന്നാണ് പേര്. അരുൺ അനിരുദ്ധൻ അദ്ദേഹത്തിന് തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം കാര്യമായിട്ട് അവിടെ BJP മെഷീനറി ചലിക്കുന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും ആ അമ്പലപ്പുഴയിൽ ഈ പറയുന്ന അനൂപ് ആന്റണി മത്സരിച്ച സ്ഥലത്ത് ഈ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്ന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്? സ്വാഭാവികമായി സംശയം അവിടെ വരും. അവിടെ മത്സരിക്കുന്നത് H സലാമാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മത്സരിക്കാൻ വരുന്നത് G സുധാകരനാണ്. G സുധാകരൻ ഇതേപോലെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതായിട്ട് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു മികച്ച ലീഡറാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല G സുധാകരൻ. എന്നാൽ കൺവെൻഷനിൽ പോയി പിണറായി മോശക്കാരനാണ് എന്ന മട്ടിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പുറത്തല്ല, അകത്ത്. കൺവെൻഷനിൽ പോയി ഇന്ന് വലിയ വിമർശനം പിണറായിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മികച്ച നേതാവാണെന്ന് ഈ നിമിഷം വരെ G സുധാകരൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അതാർക്കാ താല്പര്യം ഉണ്ടാവുക? അവിടുത്തെ BJP വോട്ടാണ്. 22,000 വോട്ട് BJPക്ക് അവിടെയുണ്ട്. അരുൺ അനിരുദ്ധന്റെ കയ്യിൽ നിന്നൊരു 12,000 വോട്ട്, കഴിഞ്ഞ തവണ അനൂപ് ആന്റണി നേടിയ 22,000 വോട്ടിൽ നിന്നൊരു 10,000 വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ആ വോട്ട് എങ്ങോട്ട് പോകും? ആ വോട്ട് G സുധാകരന് പോകും. കഴിഞ്ഞ തവണത്തെ വോട്ട് വ്യത്യാസം എത്രയാ? 11,000 വോട്ടിന്റെ വ്യത്യാസം. ആ വ്യത്യാസം H സലാമിൽ നിന്ന് മറികടക്കണമെങ്കിൽ BJP വോട്ട് G സുധാകരന് പോകണ്ടേ? അപ്പോൾ ഞാൻ ആരോപിക്കുന്നു, അമ്പലപ്പുഴയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ഈ കണക്ക് വെച്ച് നിഷേധിക്കാൻ പറ്റുമോ? കഴക്കൂട്ടത്ത് ശരചന്ദ്ര പ്രസാദ് എന്ന ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഈ ഡീലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇവിടെ കേരളത്തിൽ പ്രബുദ്ധരായുള്ള വോട്ടർമാർ ഊട്ടിയും പ്രാദേശികമായ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് കോൺഗ്രസും ലീഗും ഭയക്കേണ്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് കാസർഗോഡാണ്, 2 മഞ്ചേശ്വരമാണ്. അവിടെ ഡീലും കൊണ്ടൊന്നുമല്ല നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ മണ്ഡലത്തിന്റെ പൊളിറ്റിക്കൽ ടെറൈൻ അങ്ങനെയാണ്. പക്ഷേ BJP പരമാവധി അശ്വിനെ തോൽപ്പിക്കാനുള്ള സംവിധാനം ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യും എന്ന് കാസർഗോഡ് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ വലിയ പട തന്നെ ഇറങ്ങിയിട്ടുണ്ട് അശ്വിനിയെ തോൽപ്പിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ അശ്വിനിക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഷാനവാസ് പാദൂര് വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ CPM കാൻഡിഡേറ്റ് വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് നിലവിൽ, അഥവാ സ്വതന്ത്രം വിജയിക്കാനുള്ള സാധ്യത. മഞ്ചേശ്വരത്താണ് മറ്റൊരു ഭീകരമായ സാധ്യതയുള്ളത്. മഞ്ചേശ്വരത്തെ പ്രശ്നം SDP 2,000 വോട്ട് പിടിച്ചാൽ അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ കാര്യം കഷ്ടത്തിലാവും. അവിടെ വിജയിച്ച് കയറുക സുരേന്ദ്രനാവും. അപ്പോൾ ഒരുപക്ഷെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ളത് 2 കിടക്കുന്നത് CPM നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലല്ല. അവിടെ SDPയെയും ഒപ്പം ഷാനവാസ് പാദൂരും മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ദുർബലനായ സ്ഥാനാർത്ഥി നിൽക്കുന്ന കാസർഗോഡാണ്. കാര്യം മുസ്ലിം ലീഗിന് തന്നെ പൂർണ്ണമായ സമ്മതനല്ല കല്ലട്ടർ മൈൻ ഹാജി. അതാണ് കാസർഗോട്ടെ പ്രശ്നം. അപ്പോൾ ഉള്ളിൽ കല്ലട്ടർ മൈൻ ഹാജിക്കെതിരെ ഒരു ആന്റി ഇൻകുംബൻസി അഥവാ കല്ലട്ടർ മൈൻ ഹാജിക്കെതിരെ ഒരു വികാരമുണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ ആ 2 മണ്ഡലങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡീലിന്റെ ആരോപണത്തിൽ ഒരു വസ്തുതയില്ല എന്നുള്ളതാണ്. ആരോപണം 3 ഇടങ്ങളിൽ നിന്നും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അമ്പലപ്പുഴയും കഴക്കൂട്ടവും ഒക്കെ CPM ഉന്നയിക്കാം. അതുപോലെ കോൺഗ്രസിന് അതേപോലെ തന്നെ ന്യായം പറയാൻ കഴിയുന്ന കുറെ മണ്ഡലങ്ങളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ VK ശ്രീകണ്ഠന്റെ മുഴുവൻ സംവിധാനങ്ങളും ഭാര്യ മത്സരിക്കുന്നിടത്തേക്കുണ്ടാകും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്നതിന് തുല്യമല്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പം അവിടെ ശക്തമായ മത്സരമാണ്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കോൺഗ്രസ് മെഷീനറിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തതുപോലെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെയൊന്നുമല്ല അങ്ങ് പറഞ്ഞത്. A തങ്കപ്പൻ DCC പ്രസിഡന്റ് ആയിരുന്നയാൾ അപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്. A തങ്കം അങ്ങനെ പറഞ്ഞത് അങ്ങാണ്. A തങ്കപ്പന്റെ മെഷീനറി അവിടെ പോകും. VK ശ്രീകണ്ഠന്റെ ഭാര്യ മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് VK ശ്രീകണ്ഠന്റെ സംവിധാനങ്ങൾ അപ്പുറത്ത് പോകുമെന്നാ പറഞ്ഞത് അങ്ങ്.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. കഴിഞ്ഞ തവണ കോങ്ങാട് ആരാ മത്സരിച്ചത്? അല്ല അങ്ങനെ പറയരുതെന്ന് കഴിഞ്ഞ തവണ അതെങ്ങനെ ശരിയാവുക? ഒരു എംപിയുടെ മുഴുവൻ രാഷ്ട്രീയത്തെയും റദ്ദ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് വ്യക്തിധിക്ഷേപമല്ലേ? അങ്ങനെയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. നോക്കൂ, കഴിഞ്ഞ തവണ കോങ്ങാട് ആരാ? അതല്ല ഇവിടുത്തെ വിഷയം. കോങ്ങാട് ആരാ മത്സരിച്ചത്? വി കെ ശ്രീകണ്ഠന്റെ സംവിധാനങ്ങൾ കോങ്ങാടാണ് മത്സരിക്കുന്നത്, കോങ്ങാടാണ് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദു ചെയ്യലാണ്, വ്യക്തിധിക്ഷേപമാണ്. വി കെ ശ്രീകണ്ഠന്റെ രാഷ്ട്രീയത്തൊന്നും ഞാൻ റദ്ദ് ചെയ്യുന്നില്ല. പക്ഷേ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അല്ലല്ല, വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ ഫോക്കസ് ചെയ്തത് പാലക്കാട് മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പാണെന്നേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടെ വേറെ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. ഉപതെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തതുപോലെ വി കെ ശ്രീകണ്ഠന്റെ മെഷീനറിയോ തങ്കപ്പന്റെ മെഷീനറിയോ ഇക്കുറി പാലക്കാട് ഫോക്കസ് ചെയ്യില്ല. കാരണം എന്നല്ല അങ്ങ് പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് ഒരു നിമിഷം. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ വ്യക്തത വരുത്താം. ഒന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ മുഴുവൻ കോൺഗ്രസ് മെഷീനറിയും കേരള സംസ്ഥാനത്തെ ഉടനീളം കോൺഗ്രസ് മെഷീനറിയും പ്രവർത്തിച്ചത് പാലക്കാടാണ്. ഇക്കുറി അങ്ങനെ ഒരു മെഷീനറിയുടെ ഏകീകരണം അവിടെ ഉണ്ടാവില്ല. കാരണം എല്ലാ മണ്ഡലങ്ങളിലും മത്സരമുണ്ട്. വിശിഷ്യ പാലക്കാട് കോങ്ങാട് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കുന്നു. അവിടെ കെ എ തുളസി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി എന്ന നിലയിലോ അല്ലെങ്കിൽ ആ കോൺഗ്രസ് മെഷീൻ എന്ന നിലയിലോ പൂർണ്ണമായിട്ടും പാലക്കാട് ചെലവഴിക്കാൻ കഴിയില്ല. നിങ്ങളെന്ന് പറഞ്ഞില്ലേ? ഞാനെപ്പോഴാ പറഞ്ഞത്? ശ്യാമളയുടെ കാര്യത്തിൽ എന്താ? ഞാനെപ്പോഴാ പറഞ്ഞത്? ശ്യാമളയുടെ കാര്യത്തിൽ ഞാനെപ്പോഴാ പറഞ്ഞത്? പി കെ ശ്യാമളയുടെ കാര്യത്തിൽ ഞാനെപ്പോഴാ പറഞ്ഞത്? ഞാനെപ്പോഴാ പറഞ്ഞത്? പി കെ ശ്യാമളയെ ഞാൻ പി കെ ശ്യാമളയെ അല്ല ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. പറയാത്ത കാര്യം പറയാതിരിക്കാൻ അങ്ങേക്കും എന്റെയും ബാധ്യതയാണ്. ചെയ്യാത്ത കാര്യം ആരോപിക്കരുത്. പി കെ ശ്യാമളയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ എന്താ പ്രധാനമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോന്ന് എനിക്കറിയില്ല. എം വി ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യ എന്ന് പി കെ ശ്യാമളയെ ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല. അല്ലല്ല, എങ്കിൽ ഞാൻ വിട്ടു. പക്ഷെ ഇവിടെ നോക്കൂ, തുളസിയുടെ കാര്യത്തിൽ അവിടെ കൊങ്ങാട് മത്സരമുണ്ട്, പാലക്കാട് മത്സരമുണ്ട്, നെന്മാറയിലും മത്സരമുണ്ട്. ഈ 3 മത്സരങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് മെഷീനറി 3 ഇടങ്ങളിലായിട്ട് കോൺഗ്രസ് നഗരത്തിൽ ഫോക്കസ് ചെയ്ത മെഷീനറി രാഷ്ട്രീയം പറയുമ്പോൾ കെ തുളസി എന്നാണ് പറയേണ്ടത്. വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ ഉള്ളത് കൊണ്ട് വി കെ ശ്രീകണ്ഠന്റെ സംവിധാനം അവിടെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നത് വി കെ ശ്രീകണ്ഠനെ പോലെ ഇത്രയും പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യലാണ്. തിരുത്തൽ എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ മെഷീനറിക്ക് പാലക്കാട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, നമ്പർ 1. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാധു പറയുന്ന പോലെ കോൺഗ്രസിനും അങ്ങനെ ആരോപിക്കാമല്ലോ എന്നുള്ളതല്ല, അങ്ങനെ ആരോപിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അതാണ് പറയേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് അതല്ല ഇവിടെ ചർച്ച. ഞാൻ എന്റെ വേർഷൻ പറഞ്ഞു, അങ്ങയുടെ വേർഷൻ പറഞ്ഞു. അതിൽ ഒരു വ്യക്തിധിക്ഷേപം ഉണ്ടായപ്പോൾ അത് വ്യക്തിധിക്ഷേപമാണ്. അല്ല, കെ എ തുളസി എന്ന പേര് പോലും പറയാതെ വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ മത്സരിക്കുന്നത് വി കെ ശ്രീകണ്ഠന്റെ സംവിധാനങ്ങൾ ആദ്യം പറഞ്ഞത് വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ എന്നാണ് ആദ്യം പറഞ്ഞത്. അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, സ്വത്വമുണ്ട്, സ്ത്രീ വിരുദ്ധതയാണത്. നോക്കൂ, അത് ഓവറായിട്ട് അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യേണ്ടതില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ ധരിക്കാത്ത കാര്യങ്ങൾ അത് വിശേഷിപ്പിക്കണമെന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവിടെ ആ മണ്ഡലത്തിൽ കോൺഗ്രസ് ഇക്കുറി ഒരു പരാജയ ഭീതിയുള്ള സാഹചര്യത്തിലാണ് നിലവിൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്, ഒരു മൈനോറിറ്റി കൺസോളിഡേഷനു വേണ്ടി. ആ ആർഗ്യുമെന്റ് ആണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് രാഷ്ട്രീയമായി നിലനിൽക്കുന്നതല്ല എന്നതാണ് എൻ്റെ പക്ഷം. അതിൻ്റെ കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. അത് അമ്പലപ്പുഴയിൽ ഞാൻ പറഞ്ഞു, അത് കഴക്കൂട്ടത്ത് ഞാൻ പറഞ്ഞു, അത് നേമത്ത് ഞാൻ പറഞ്ഞു, അത് പാലക്കാട് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കണക്കുമായി വരാനുള്ള കാരണം? കണക്കുകൾ നോക്കുമ്പോൾ ആ വസ്തുത ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് വിവാദങ്ങൾ ആയുധമാക്കുന്നു എന്ന് അവസാനിപ്പിക്കുന്നവർ വിജയിക്കുന്നില്ല കേട്ടോ. അവസാനിപ്പിക്കുന്നവർ വിജയിക്കുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. വളരെ വിജയകരമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ പറയാനാണ് പറഞ്ഞത്. മാധു പറയാൻ എന്നാണ് പറഞ്ഞത്, എന്നിട്ടല്ലല്ലോ ചോദ്യം. ഇപ്പൊ നോക്കൂ, ഞാൻ ഈ ചർച്ച തുടങ്ങുന്നത്, ഞാൻ പറയുന്നത് ഡീൽ ആരോപണമുണ്ട് എന്ന് പറയുന്നത് സത്യമായും ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ വാക്കുകളുടെ തനിയാവർത്തനം എന്ന് പറയുന്നത്. പക്ഷെ ആരോപണം ഉന്നയിക്കാനുള്ള സാധുത അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ വാദങ്ങൾ എന്ന നിലയ്ക്കാണ് ഞാനത് പ്രസന്റ് ചെയ്തത്. അത് എൻ്റെ അവസരത്തിൽ. അങ്ങയുടെ അവസരത്തിൽ അങ്ങ് അമ്പലപ്പുഴയും അതുപോലെ കഴക്കൂട്ടവും പറഞ്ഞു. ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വാദം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ചുകൊണ്ടല്ലോ പറയേണ്ടത്. അപ്പം ഞാനത് രണ്ടും അംഗീകരിച്ചു. അങ്ങ് പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ അംഗീകരിച്ചു. അപ്പോൾ അങ്ങയുടെ വേർഷൻ മുഴുവൻ ഞാൻ അംഗീകരിച്ചതിന് ശേഷം അങ്ങ് പറയുന്നതിനിടയ്ക്ക് എനിക്ക് തിരുത്തണമെന്ന് തോന്നിയ ഒരു കാര്യം, കെ എ തുളസി എന്ന പേര് പറയുന്നതിന് മുമ്പ് അങ്ങ് വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ അവിടെ മത്സരിക്കുന്നു, അതുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ സംവിധാനങ്ങൾ ഇപ്പുറത്ത് എന്ന് പറഞ്ഞു. നോക്കൂ, ഇത്രയും വർഷത്തെ പരിചയമുള്ള, ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു എം പി രാജേഷിനെ തോപ്പിച്ച് എം പി ആയ ഒരാൾ, അദ്ദേഹത്തിന് മുഴുവൻ സംവിധാനവും ഭാര്യ മത്സരിക്കുന്നുണ്ട് അപ്പുറത്ത് പോകുന്നു എന്ന് പറയുന്നത് എന്തൊരു അധിക്ഷേപമാണ്. നോക്കൂ,
അത് അധിക്ഷേപമാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഞാൻ ഒരു ഐഡന്റിറ്റിയും ഞാൻ റദ്ദ് ചെയ്തിട്ടുമില്ല. അന്ന് പി കെ ശ്യാമളയുടെ കാര്യത്തിൽ എന്താണോ ആർഗ്യൂ ചെയ്തത് അതേ കാര്യത്തിലാണ്. ശക്തമായ മത്സരം കെ എ തുളസി അവിടെ കാഴ്ചവെക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. കെ എ തുളസിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെയോ രാഷ്ട്രീയ പശ്ചാത്തലത്തെയോ ഞാൻ ഒട്ടും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാത്തതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ MP വീരേന്ദ്രകുമാർ മത്സരിച്ചിട്ടുണ്ട് പാലക്കാട് ഉണ്ടല്ലോ. MP വീരേന്ദ്രകുമാർ മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ലോക്സഭയിൽ അന്ന് വരെ BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് MP വീരേന്ദ്രകുമാർ മത്സരിക്കുന്ന വർഷമാണ് കുത്തനെ ഉയരുന്നത്. എത്രയാണെന്നറിയാമോ? അന്ന് CK പത്മനാഭൻ 2009 നേടിയ 68,000 വോട്ടിൽ നിന്ന് കോൺഗ്രസ് അവരുടെ സീറ്റ് വീരേന്ദ്രകുമാറിന് വിട്ടുകൊടുക്കുമ്പോൾ 1,36,000 കൂടുന്നുണ്ട്. എവിടെ? പാലക്കാട് ലോക്സഭയിൽ. ആരുടെ ഡീല? എനിക്ക് അങ്ങ് പറയുന്ന എല്ലാത്തിനെയും തർക്കിക്കണമെന്നില്ല. ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചതാ. കോൺഗ്രസിനെതിരെയുള്ള എല്ലാ ചോദ്യങ്ങളും മാധു ഏറ്റെടുക്കണം. ഗുഡ്. Meet the editors.